ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സിമ്പിളായിട്ടൊരു കോഡ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 4.5 മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് സ്കെച്ചാണ്. നമുക്ക് ആവശ്യമുള്ള മെഷർമെൻ്റ് എല്ലാം എഴുതിയെടുക്കണം. ഞാനിവിടെ എക്സൽ സൈസിനാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഇലുസ്ട്രേഷൻ ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്കെച്ച് വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെൻ്റ് എല്ലാം എഴുതി കൊടുക്കണം. ഇനി എവിടെയെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട് അതെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് പാൻറ്റാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ 2 മീറ്റർ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻറ്റിന് നമുക്ക് 2 മീറ്റർ മതി. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കിയിടാം. അതിനുശേഷം ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്തിന് നിങ്ങൾക്ക് എത്രയാണ് ഫാബ്രിക് ആവശ്യമുള്ളത് അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ഹൈറ്റുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു 5 മീറ്റർ ഫാബ്രിക് ഒക്കെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ബോട്ടം റൗണ്ട് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് സീറ്റ് റൗണ്ടാണ്. സീറ്റ് റൗണ്ട് 12 ഇഞ്ചസ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 40 + 4 / 4 ആകുമ്പോൾ നമുക്ക് 11 കിട്ടും. +1 ഇഞ്ചസ് അലവൻസ് ആണ് കേട്ടോ. ഇനി നമുക്ക് 6 ഇഞ്ചസ് ലൂസ് അലവൻസ് കൊടുക്കണം. അപ്പോൾ 6 ഇഞ്ചസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ക്രോച്ചാണ് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് 1.5 ഇഞ്ച് മുകളിലേക്ക് വിട്ടിട്ട് ഒരു 17 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കാം. 1.5 ഇഞ്ച് വിട്ടത് നമ്മൾ അവിടെ വേസ്റ്റ് ബാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ക്രോച്ച് വരച്ച ആ പോയിന്റിൽ നിന്നും താഴെ ബോട്ടം പോർഷനിലേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ചസ് നമുക്ക് അലവൻസും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാൻറ്റിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇത് ജസ്റ്റ് നമ്മൾ പലാസോ സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മോഡൽ തന്നെയാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ട് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ബാക്കി വരുന്ന പോർഷൻ ഇതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ആക്കി എടുക്കാം. ഇനി ഫ്രണ്ടും ബാക്കും നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. ടോപ്പ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കൂടുതലായിട്ടും കണ്ടുവരുന്നത് കോളർ ടോപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോളർ ടോപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം പ്ലീറ്റഡ് ടോപ്പാണ് ചെയ്യുന്നത്. നോർമലി പ്ലീറ്റഡ് ടോപ്പാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ പ്ലീറ്റഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമലി A-ലൈൻ കട്ടിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് മാർക്കിംഗ് എല്ലാം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് 1/2 ഇഞ്ച് അലവൻസ് മുകളിൽ കൊടുക്കാം. അതിനുശേഷം 7.5 ഇഞ്ചസാണ് നമ്മൾ ഷോൾഡറിലും ആം ഹോളിലും കൊടുത്തത്. അതെല്ലാം കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ എത്രയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, ജസ്റ്റ് ഞാനിവിടെ 10 ഇഞ്ചസ് എടുത്തു, അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ പോർഷനിൽ 1.5 ഇഞ്ച് അലവൻസും കൂടി കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 13 ഇഞ്ചസാണ് മാർക്ക് ചെയ്തത്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു പോർഷനിൽ നമുക്ക് 9 ഇഞ്ചസാണ് കേട്ടോ വേസ്റ്റ് റൗണ്ടായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യാം. ഇനി 1.5 ഇഞ്ച് വീണ്ടും നമുക്ക് അലവൻസ് കൊടുക്കാം. ബാക്കി വരുന്ന പീസ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കാം. അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് 1 ഇഞ്ചസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ബാക്ക് ആം ഹോൾ കറക്റ്റായിട്ട് വരച്ചെടുക്കാം. ഇനി നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ഇഞ്ചസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് ഇതുപോലെ സെപ്പറേറ്റ് എടുത്തിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് നെക്ക് മാത്രം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് നമ്മൾ 6 ഇഞ്ചസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ലെങ്ത് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി ഫ്രണ്ട് ആം ഹോളും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ആം ഹോളിൽ നമുക്ക് അലവൻസ് കൊടുക്കണം. ഷോൾഡറിൽ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിലും 1/4 ഇഞ്ച് 1/4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത യോക്ക് പാർട്ട് വെച്ചിട്ട് ബാക്ക് പീസിൽ ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ബാക്ക് പീസ് നമ്മൾ നോർമലി A-ലൈൻ കട്ടിൽ ചെയ്യുന്ന പോലെ സെയിം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് പ്ലീറ്റ് തന്നെ കൊടുക്കണമെങ്കിൽ ആ ഒരു മെത്തേഡിലും ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് ലെങ്ത് വരുന്നത് 4 ഇഞ്ചസാണ്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് അലവൻസും കൂടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വരച്ച മാർക്കിംഗ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കി വരുന്ന പീസിൽ നിന്ന് നമുക്ക് എന്താണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 മീറ്റർ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു സ്ലീവിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്ലീവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് നമ്മൾ 20 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് 15 ഇഞ്ചസേ ഉള്ളൂ, അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി സ്ലീവിൻ്റെ വിഡ്ത്ത് 9 ഇഞ്ചസാണ്. ഇനി ക്യാബ് ഹൈറ്റ് 3 ഇഞ്ചസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ഇഞ്ചസിലേക്ക് ഇതുപോലെ കർവ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി 6 ഇഞ്ചസ് നമുക്ക് എന്താണ് സ്ലീവിൻ്റെ ബോട്ടം റൗണ്ട് ആ ഒരു പോർഷനും മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അലവൻസ് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ്സ് കൊടുക്കാനുണ്ടല്ലോ, ആ ഒരു പോർഷൻ നമുക്ക് ഫുള്ളായിട്ടും പ്ലീറ്റ്സ് കൊടുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് യോക്ക് പോർഷനിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. നമ്മൾ ഈ പ്ലീറ്റ്സ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്രോസ് പീസ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു നെക്കിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ക്രോസ് പീസ് വെച്ചിട്ട് നിങ്ങൾക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അഥവാ ആർക്കെങ്കിലും അറിഞ്ഞുകൂടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം. അത് രണ്ട് നെക്ക് ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഷോൾഡർ നമുക്ക് ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് എല്ലാം ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മുടെ നെക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ ഇതുപോലെ ആം ഹോളിൻ്റെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന പോർഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടി കൊടുക്കാം. ലെങ്ത്തിൽ നമുക്കൊരു പീസ് അറ്റാച്ച് ചെയ്യാനുണ്ടല്ലേ, അപ്പോൾ ആ ഒരു പീസ് നമുക്കിതുപോലെ ബോട്ടം പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെറിയൊരു പീസാണ് കേട്ടോ, നിങ്ങൾക്ക് ഇതിൽ എത്ര ലെങ്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്കിത് ഗ്യാദേഴ്സ് കൊടുത്തിട്ട് നമുക്ക് സ്ലീവിൻ്റെ എൻഡിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ കയ്യിൽ ലേസ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഓക്കെ, അപ്പം നമുക്ക് ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ത്രെഡ് ഇതുപോലെ വലിച്ചു കൊടുക്കുമ്പോൾ ഗ്യാദേഴ്സ് വരും. ഇനി നമുക്കിത് സ്ലീവിൻ്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് സ്ലീവും ആം ഹോളിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സ്ലീവിൻ്റെ എൻഡ് മുതൽ താഴെ ബോട്ടം പോർഷൻ വരെ 1 ഇഞ്ച് ഗ്യാപ്പിൽ, 1 ഇഞ്ചാണ് നമ്മൾ അലവൻസ് കൊടുത്തതല്ലേ, അപ്പോൾ ആ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്കിതുപോലെ ഒന്ന് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഈ ടോപ്പിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ 2 സൈഡിലും ഒരു 2.5 ഇഞ്ചസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ 2 സൈഡും തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടം പോർഷൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ലുക്ക് ഇതാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.